ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആവേശത്തിമിർപ്പിലാണ് തലസ്ഥാന നഗരി. തീരദേശ മേഖലകളിലടക്കം വിവിധങ്ങളായ കലാപരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ കടലിലെ ജലോത്സവത്തിന്റെ വിശേഷങ്ങളുമായി സ്വാന്തന സാജു. ക്രിസ്മസിന് ഒരു ജലോത്സവം, അതും ഈ കടലിൽ. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അത്ഭുതപ്പെടേണ്ട, കഴിഞ്ഞ ഏതാണ്ട് ഒരു 50 വർഷത്തിന് പുറത്തായിട്ട് തിരുവനന്തപുരം പുത്തൻതോപ്പിൽ ഇത്തരത്തിലുള്ള ജലോത്സവങ്ങൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഇവർ നടത്താറുണ്ട്. ഇതാ ഈ കാണുന്നത് പോലെ ഇത്രയധികം ആളുകൾ ഇത് കാണുവാൻ വേണ്ടി ഈ ബീച്ചിലേക്ക് ഈ ഒരു ദിവസം വരാറുമുണ്ട്. വിവിധ തരം പരിപാടികളാണ് ഈ ജലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. അത് മാത്രവുമല്ല, കായിക മത്സരങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ കടലിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നീന്തൽ മത്സരം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വള്ളം തുഴയൽ മത്സരം നടക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മത്സരങ്ങളാണ് കടലിൽ നടക്കുന്നത്. അത് മാത്രവുമല്ല, വടംവലി ഉൾപ്പെടെയുള്ള മറ്റ് കായിക മത്സരങ്ങൾ ഈ ബീച്ചിന് സൈഡിലായി നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാണുവാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്ന ഒരാളുകളുടെ ജനത്തിരക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. സാധാരണമായി ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മൾ ഓണക്കാലത്താണ് കാണാറുള്ളത്. എവിടെ ചേച്ചി വരുന്നത്? ഞങ്ങള് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെ ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥലമൊക്കെ ഇവിടെയാ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ കൊണ്ടുവന്നതാ. എക്സൈറ്റ്മെന്റ് ഉണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻസിൽ ഇത്തരത്തിലൊരു പരിപാടി വടംവലിയൊക്കെ എവിടെയെങ്കിലും അതുകൊണ്ടാ ഇത്ര ക്യൂരിയോസിറ്റിയിൽ വന്നതും കാണാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളെല്ലാം പുറത്തുനിന്ന് ഇവിടെ കാണാൻ വന്നതാണ്. വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. ക്രിസ്മസ് കഴിയുന്നതോടുകൂടി ഇത് കഴിയുന്നില്ല. ഇനിയിപ്പോൾ ന്യൂ ഇയറും കൂടെ കഴിഞ്ഞ് മാത്രമേ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒരു സമാപനമാകുകയുള്ളൂ. അതുവരെയും നീണ്ടു നിൽക്കുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു വലിയ ആഘോഷത്തിന് ഇവിടെ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം.